ഏവർക്കും ഡയറി ഫാം ഓൺടർപ്രണർ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓൺടർപ്രണർഷിപ്പ്. അതിലെ ഫസ്റ്റ് എല്ലോ ആണ് അണ്ടർസ്റ്റാൻഡ് ദ ഡയറി ഫാമിംഗ് എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ഓൺടർപ്രണേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാലാണ് സംരംഭകൻ. ഒരു ഡയറി ഓൺടർപ്രണർ സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്തുന്നത് കൂടാണ്ട് ആ സൊസൈറ്റിയിലുള്ള മറ്റ് ആൾക്കാർക്ക് കൂടി ഒരു തൊഴിലിനുള്ള സാധ്യതയാണ് ഒരുക്കുന്നത്. ഒരു ഡയറി ഫാം സെറ്റ് ചെയ്താൽ അതിൻ്റെ ഓണർക്ക് മാത്രമല്ല അതിന് ചുറ്റും ഉള്ള സമീപത്തുള്ള സൊസൈറ്റിയിലുള്ള മറ്റ് ആൾക്കാർക്കും അത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. കൂടാണ്ട് അവരുടെ കയ്യിലുള്ള റിസോഴ്സസിനെ അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ വച്ച് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കൂടാണ്ട് ഈ ഡയറി ഫാമിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡയറി ഫാമിങ് ഒരു അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സബ് സെക്ടറിൻ്റെ കൂടെയാണ് ഡയറി ഫാമിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ നിന്ന് വിളവ് നമ്മൾ കൊടുത്തിട്ട് ഇൻകം കിട്ടാത്ത സമയത്ത് 1, 2, 3 പശുക്കളെ കൂടെ വളർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇൻകം ആ കർഷകന് കിട്ടും. കൂടാണ്ട് ഈ പാല് ഉൽപ്പന്നങ്ങൾ ആ ഫാമിലിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഡയറ്ററി സ്റ്റാൻഡേർഡ്, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡാണ് കൂടുന്നത്. കൂടാണ്ട് നമ്മളുടെ ഈ സൊസൈറ്റിയിൽ ഒരു ഡയറി ഫാർമർ ഓൺട്രപ്രണർക്ക് ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഡയറി ബിസിനസ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ. ഇത് സെൻട്രൽ ഗവൺമെൻറ് 2003 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറി സെക്ടറിൽ കൂടുതലായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ്. അഗ്രികൾച്ചറും അതുപോലെ ഡയറി ഫാമിങ്ങും എല്ലാം കൂടെ ചേർന്ന് ഒരു സസ്റ്റൈനബിൾ ഇൻകം ജനറേറ്റ് ചെയ്യലാണ് ഈ സ്കീമിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, കൂടാണ്ട് ഒരു ഓൺട്രപ്രണർ ഒരു ഫാം സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അവർക്ക് വേണ്ട കൺസൾട്ടൻസി സർവീസസ് ഒക്കെയാണ് ഇതിൽ മെയിൻ ഉദ്ദേശം. അടുത്തതാണ് ഈ സംരംഭകരുടെ ചില ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, ഡയറി ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ എപ്പോഴും അവർ സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വയമായിട്ടൊരു തൊഴിൽ കണ്ടെത്തും. അവരവരുടെ ഡയറി ഫാമിലുള്ള പാൽ ഉൽപ്പാദനം നന്നായിട്ട് ഓർഗനൈസ് ചെയ്യും. ആ പാലിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ച് ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരുടെ പാലിന് അവർ പാല് തന്നെയായിട്ടല്ല വേറെ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് വിറ്റ് കാശ് കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എപ്പോഴും അവരവരുടെ കയ്യിലുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും ഈ ഓൺട്രപ്രണേഴ്സ്. അവരെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പാലുൽപാദന മേഖലയിലേക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായിരിക്കും. നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന ഇവിടുത്തെ ഹാൻഡ് മിൽക്കിംഗ് ആണ്, അത് മാറി മെഷീൻ മിൽക്കിംഗ് ഒക്കെ വന്നത് ഇതുപോലെയുള്ള ഓൺട്രപ്രണേഴ്സ് നമ്മുടെ ഡയറി സെക്ടറിലേക്ക് വന്നതിന് ശേഷമാണ്. അവരെപ്പോഴും മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഡയറി സെക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കും. എപ്പോഴും പെർസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഡയറി ഫാമിങ്ങിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും ഡയറി ഓൺട്രപ്രണേഴ്സ് നല്ല സിസ്റ്റമാറ്റിക് പ്ലാനേഴ്സ് ആയിരിക്കും. അവരുടെ ഫാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. എപ്പോഴും അവരുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർ ചെറിയ കാര്യങ്ങൾ പോലും ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. എപ്പോഴും റിസ്ക് ടേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അവർക്ക്. അവർ കൂടാണ്ട് എന്ത് പ്രോബ്ലം വന്നാലും വിപത്ത് വന്നാലും അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും ധൈര്യത്തോടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കറായിരിക്കും. ഒരു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ഫാമിംഗ് ലെവലിൽ മുന്നോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവർ കമ്മിറ്റഡ് ആണ്. എപ്പോഴും അവരുടെ ജോലിയോട് പൂർണ്ണമായിട്ടുള്ള സത്യസന്ധത നിലനിർത്തുന്ന ആൾക്കാരായിരിക്കും. ഇതാണ് ഡയറി സെക്ടറിൽ എങ്ങനെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2, 3, 5 പശുക്കളെ വാങ്ങി അതിനെ വളർത്തി അതിൽ നിന്നും കിട്ടുന്ന പാല് സൊസൈറ്റിയിൽ കൊടുത്ത് നമുക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. രണ്ടാമതായി, നമുക്ക് കറവ പറ്റിയ ഡ്രൈ ആനിമൽസിനെ വാങ്ങി അതിനെ ചെന പിടിപ്പിച്ച് പ്രഗ്നൻ്റ് ആക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അതിന് കറവ തുടങ്ങിയതിന് ശേഷം മിൽച്ച് ആനിമൽസിനെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. കൂടാണ്ട് നമുക്ക് ബുൾസിനെ റെയർ ചെയ്യാണ്, നമ്മൾ കാളേനെ റെയർ ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി വിൽക്കാം.
കൂടാണ്ട് നമുക്ക് ഈ ഫാമുകളിലോട്ടുള്ള ഗ്രീൻ ഫോഡർ ഉണ്ടാക്കുന്ന ചില ഏരിയസിൽ നമുക്ക് ഗ്രീൻ ഫോഡർ ഉൽപ്പാദിപ്പിച്ചത് അത് വേറെ ഫാമുകളിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റപ്പുൽ കൃഷിയിൽ നിന്നും തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കൂടാണ്ട് നമ്മളൊരു കർഷകരാണ് എങ്കിൽ നമ്മളുടെ ഈ കൃഷിയുടെ ധാന്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന വൈക്കോലൊക്കെ വിറ്റ് കഴിഞ്ഞാൽ അതും നമുക്കൊരു വരുമാന മാർഗമാണ്. പിന്നെ നമുക്കറിയാം ഒരു ഡയറി പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയാണ്. അപ്പം നമ്മളൊരു തീറ്റയ്ക്കുള്ള ഒരു ഫീഡ് പ്ലാന്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പശുവിൻ്റെ തീറ്റയ്ക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ ഈ ഫീഡ് പ്ലാന്റിൽ കോൺസെൻട്രേറ്റ്സ് ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ധാന്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ഒരു ഫീഡ് പ്ലാന്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഈ പശുവിൻ്റെ കാലിത്തീറ്റ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടും. കൂടാണ്ട് നമുക്ക് മിൽക്ക് നമ്മൾ തന്നെ മിൽക്ക് കളക്ട് ചെയ്ത് ഒരു ചില്ലിങ് സെൻ്ററൊക്കെയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് വലിയൊരു വരുമാനമായിരിക്കും. കൂടാണ്ട് ഇപ്പോൾ ഈ നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള പാല് കൊണ്ടുവന്ന് നമ്മളത് പ്രോസസ്സ് ചെയ്ത് പല പ്രോഡക്റ്റ്സ് ആയിട്ടാണ് വിൽക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആദായം 40 തൊട്ട് 50% എക്സ്ട്രാ ഇൻകം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കൂടാണ്ട് നമ്മൾ ഒരു ഡയറി പാർലർ പാല് കറക്കുന്ന ഡയറി പാർലറാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്കൊരു വലിയ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ്. നമുക്കറിയാം പശു അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ ചത്തുപോയ അതിൻ്റെ കാർക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഡ് ബോഡി കാർക്കസ് പോലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് പറയുന്നത് റെൻഡറിങ്. ഈ കാർക്കസിനെ നമ്മൾ റെൻഡറിങ് പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ മീറ്റ് മീലോ അല്ലെങ്കിൽ ബോൺ മീലോ അല്ലെങ്കിൽ ബ്ലഡ് മീലോ ഒക്കെ ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ബോൺ മീലൊക്കെ നമ്മൾക്ക് എല്ലുപൊടിയായിട്ട് ഫെർട്ടിലൈസർ ഒക്കെ ആയിട്ട് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് മീലാണെങ്കിലും മീറ്റ് മീലാണെങ്കിലും പശുവിൻ്റെ തന്നെ തീറ്റയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെൻഡറിങ് പ്ലാന്റ് സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഡയറി ഓണ്ടർപ്രീനേഴ്സിന് 3 കാറ്റഗറീസ് ഉണ്ട്: ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക് എൻ്റർപ്രണേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഹൈ റിസ്ക് ഓണ്ടർപ്രീനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംരംഭകർ ഈ സൊസൈറ്റിയിൽ ഡയറി ഫാമിങ്ങിനെ പറ്റി കൂടുതലുള്ള പ്രാക്ടിക്കൽ നോളജ് ഒന്നും ആർജിക്കാണ്ട് കൂടുതൽ അറിവൊന്നും ഇല്ലാണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവില്ല. കൂടുതൽ എമൗണ്ട് ഇതിലേക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഏകപക്ഷീയമായ തീരുമാനമൊക്കെ എടുത്ത് വലിയൊരു ലോസിലേക്ക് എത്തിച്ചേരാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടുതൽ ഈ ഡയറി ഫാമിങ്ങിനെ പറ്റി ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ലാണ്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് ഇതിലുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തേതാണ് മോഡറേറ്റ് റിസ്ക് ഓണ്ടർപ്രീനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡയറി ഫാമിങ്ങിനെ പറ്റി ശരിക്കും നന്നായി പഠിച്ചിറങ്ങുന്നവരാണ്. അവർക്കറിയാം അവരുടെ കയ്യിലുള്ള എന്തൊക്കെ വിഭവങ്ങളുണ്ട്, അതിനെങ്ങനെയൊക്കെ അവർക്ക് നന്നാക്കി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. കൂടാണ്ട് അവർക്കൊരു ക്ലിയർ കട്ട് ഒരു ഗോൾ ഉണ്ട്. ഇത്ര ദിവസം ഇത്ര പശുക്കളെ വളർത്തണം, ഇത്രത്തോളം പാലുൽപാദനം നമ്മളുടെ ഫാമിൽ ഉണ്ടായിരിക്കണം, അതെങ്ങനെ വിൽക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ പഠിച്ചതിന് ശേഷമാണ് ഈ ഡയറി ഫാമിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവർക്ക് വളരെ വലിയ ആഗ്രഹമൊന്നുമില്ല. 40 തൊട്ട് 60% പ്രോഫിറ്റ് പെർസെൻറ്റേജെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമേ കാണുള്ളൂ. അടുത്തതാണ് ലോ റിസ്ക് ഓണ്ടർപ്രീനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ മാത്രമേ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അവർ ആ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ കൂടുതൽ കഠിനാധ്വാനം കൊണ്ട് അവർ ഉള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ഏക്കർ ഭൂമിയുള്ള ഒരാൾ ഒരു 5 പശുക്കളെ വളർത്തുകയാണ്. അയാൾ തന്നെ വേറെ ആരെയും എംപ്ലോയ് ചെയ്യാണ്ട് അയാൾ തന്നെ അവിടുത്തെ ലേബർ, അയാൾ തന്നെ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഫാമിലെ എല്ലാ വർക്കുകളും ചെയ്യുന്നു. അയാളുടെ റിസോഴ്സ് മാക്സിമം കുറച്ചുള്ള സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എത്രത്തോളം മുടക്കുന്നോ അത്രയും തന്നെ 100% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനത്തെ ഒരു മനസ്സുമായിട്ട് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കും. അവരുടെ കയ്യിലുള്ള റിസോഴ്സ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, അല്ലാണ്ട് ഇതിനു വേണ്ടി അവർ കൂടുതൽ ചിലവാക്കുന്നില്ല. അവർക്ക് മാക്സിമം പ്രോഫിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കൂടാണ്ട് അവർക്ക് എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നും അവരത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള സന്നദ്ധ മനസ്സുള്ളവരായിരിക്കും ഈ ലോ റിസ്ക് ഓണ്ടർപ്രീനേഴ്സ്. അടുത്തതാണ് സ്റ്റെപ്സ് ഫോർ ബിക്കമിങ് എ ഡയറി ഓണ്ടർപ്രീനർ. അപ്പോൾ ഡയറി ഫാമിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേതാണ് പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറി ഫാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. നമ്മൾ എത്ര പശുക്കളെയാണ്
വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം പാലുൽപാദനം നമ്മൾ ഒരു ദിവസം ഉദ്ദേശിക്കുന്നു, എത്രത്തോളം സ്ഥലമുണ്ട് നമ്മളുടെ അടുത്ത് ഡയറി ഫാം സെറ്റ് ചെയ്യാൻ. ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ആദ്യം ഒരു പ്രോജക്റ്റ് നിർമ്മിക്കണം. അപ്പോൾ ഈ പ്രോജക്റ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് വിദഗ്ധ ഉപദേശം കിട്ടാനായിട്ട് ഇത് ഡയറി ഫാമിങ്ങിൽ നല്ല പരിചയമുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് വേണം നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റ് നിർമ്മിക്കാൻ. കൂടാണ്ട് നമുക്ക് അടുത്തുള്ള മൃഗ ഡോക്ടർ അങ്ങനത്തെ വിദഗ്ധരുടെ ഉപദേശവും നമുക്ക് ഇക്കാര്യത്തിൽ തേടാൻ പറ്റും. അടുത്തതാണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹൈ ജനറ്റിക് മെറിറ്റ് ആനിമൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രത്യുൽപാദന ശേഷിയുള്ള നല്ല പാലുൽപാദനവും അതുപോലെ തന്നെ അസുഖങ്ങളെല്ലാം കുറവ് വരുന്ന ഇനം പശുക്കളെ വേണം നമ്മൾ നമ്മളുടെ ഫാമിൽ കൊണ്ടുവരാൻ. എങ്കിൽ മാത്രമേ നമുക്ക് പാൽ ഹൈ മിൽക്ക് ഈൽഡ് കിട്ടും, അതുവഴി കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈ ജനറ്റിക് മെറിറ്റ്, എപ്പോഴും നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള പശുക്കളെയാണ് നമ്മൾ നമ്മളുടെ ഫാമിലേക്ക് എത്തിക്കേണ്ടത്. അടുത്തതാണ് സോഴ്സസ് ഓഫ് ഫൈനാൻസ്. നമ്മൾ എപ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ചെറിയ മുടക്കുമുതൽ എന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് നമ്മളുടെ കയ്യിലുണ്ടാവും. അത് കൂടാണ്ട് ചിലപ്പോൾ ഫാമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈ ഫൈനാൻസ് തരുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ചില നാഷണലൈസ്ഡ് ബാങ്ക്, നബാർഡിൻ്റെയൊക്കെ കീഴിൽ വരുന്ന മിക്ക ബാങ്കുകളിലും ഈ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഡയറി ഫാമിങ്ങിന് വേണ്ടി സബ്സിഡി നിരക്കിലുള്ള ലോണുകളുണ്ട്. പശുവിനെ വാങ്ങാനായാലും ആല കെട്ടാനാണെങ്കിലും അതുപോലെ നമ്മളൊരു ഡയറി ഫാം സെറ്റ് ചെയ്യാനാണെങ്കിലും സംരംഭകർക്ക് വേണ്ടി സബ്സിഡി നിരക്കിലുള്ള ലോണുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ് വച്ചിരിക്കണം. അടുത്തതാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. നമ്മൾ പാലിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ, ഒരു ഡയറി ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പാലിന് അവിടെ ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഏതൊക്കെ ഇനം പാലൊക്കെ വരുന്നുണ്ട്, അതെവിടെ നിന്നൊക്കെയാണ് വരുന്നത്, നമ്മളുടെ പാലിന് ഡിമാൻഡ് കിട്ടാനായിട്ട് അവിടുത്തെ ഷോപ്പിലൊക്കെ ഉള്ളവരെ കൂടുതൽ ക്യാൻവാസ് ചെയ്യണം. നമ്മൾ കൂടുതൽ നമ്മളുടെ പാലിനെ പറ്റി കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കൊടുക്കണം. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നമ്മളുടെ പാലിന് കൂടുതൽ ഡിമാൻഡ് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാവോ ആ കാര്യങ്ങളെല്ലാം കൈക്കൊള്ളണം. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഷെഡ് ആൻഡ് അതർ സ്ട്രക്ചർ. അപ്പം നമ്മളൊരു ആല നിർമ്മിക്കുമ്പോഴും അതിനോട് ചേർന്നുള്ള പശുക്കൾക്ക് വേണ്ടിയുള്ള മറ്റ് ഷെഡുകൾ നിർമ്മിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ കോസ്റ്റ് എത്രയൊക്കെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നല്ലൊരു ഗ്രാഹ്യം വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നമുക്ക് ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള ഹൗസിങ് വയ്ക്കുക, പിന്നെ ഒരു മിൽക്കിംഗ് പാർലർ വയ്ക്കുക. അങ്ങനെ ലൂസ് ഹൗസിംഗ് ആണെങ്കിൽ നമുക്ക് ലേബറും കുറവ് മതി, കൂടാണ്ട് പശുക്കളിൽ ഹീറ്റ് സ്ട്രെസ് എല്ലാം കുറവായിരിക്കും. അതായിരിക്കും കൺവെൻഷണൽ രീതിയിലുള്ള ചെറിയ ഷെഡുകൾ പണിയണേക്കാട്ടിലും നമുക്ക് മുടക്കുമുതൽ കുറയ്ക്കാവുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാവണം. പിന്നെ ഫോഡർ പ്രൊഡക്ഷൻ പ്രോഗ്രാം. നമുക്കറിയാം ഒരു ഡയറി ഫാം സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുന്നത് പശുവിൻ്റെ തീറ്റയ്ക്കാണ്. ഏകദേശം 60 തൊട്ട് 65% നമ്മൾക്ക് വരുന്ന മുടക്കുമുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ തീറ്റ വാങ്ങാൻ, കാലിത്തീറ്റ വാങ്ങാനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പശുവിന് കൂടുതലായിട്ട് പച്ചപ്പുല്ല് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് നമ്മളുടെ ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കാം. അതിന് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിനോട് ചേർന്ന് കുറച്ച് ബാരനായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തീറ്റപ്പുൽ കൃഷിയൊക്കെ തുടങ്ങാം. അപ്പോൾ ഒരു ഫോഡർ പ്രൊഡക്ഷൻ, തീറ്റപ്പുൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം നമ്മളൊരു ഡയറി ഫാം സെറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ തീറ്റയുടെ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഫോർ ബിക്കമിങ് എ ഡയറി ഓണ്ടർപ്രനർ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഒരു ഡയറി ഫാമിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ. ഇതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഡയറി എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ്. അപ്പോൾ ഏതൊരു സാമ്പത്തിക ശാസ്ത്രം പോലെയും ഡയറി എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ്, നമ്മളുടെ കയ്യിലുള്ള വിഭവങ്ങൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഡയറി പ്രൊഡക്ഷൻ എക്കണോമിക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രൊഡക്ഷൻ പാറ്റേൺ ആവാം ഓപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലവർ സാധാരണ ലൂസ് ഹൗസിംഗ് സിസ്റ്റം ആയിരിക്കും, ചിലവർ ഹൈടെക് ഫാം ആയിരിക്കും സെറ്റ് ചെയ്യണത്. അപ്പോൾ ഏത് പ്രൊഡക്ഷൻ പാറ്റേണോ നമുക്ക് ഉപയോഗിക്കാം.
അതുമായിട്ട് അനുബന്ധമായ റിസോഴ്സസും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു ഡയറി ഫാമർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് മാക്സിമൈസ് ദ പ്രോഫിറ്റ്, നമുക്ക് ആ ഡയറി ഫാമിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം. നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത്? മിനിമൈസേഷൻ ഓഫ് വേരിയസ് കോസ്റ്റ്. നമ്മൾ ഈ ഡയറി ഫാമിങ്ങിന് ഉള്ള മുടക്ക് മുതൽ നമുക്ക് കുറയ്ക്കണം. അത് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ മുടക്ക് മുതലായിരിക്കാം, അല്ലെങ്കിൽ തീറ്റപ്പുല്ലിൻ്റെ മുടക്ക് മുതലായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഹീഫറിനെ വാങ്ങുന്നതിൻ്റെ മുടക്ക് മുതലാവാം. അപ്പോൾ നമ്മൾ മുടക്കുന്ന മുതൽ നമ്മൾ കുറയ്ക്കണം, പക്ഷെ നമ്മൾ മാക്സിമം ആയിട്ടുള്ള പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം. അതാണ് നമ്മളുടെ ഡയറി എക്കണോമിക്സിൽ ഡീൽ ചെയ്യണം. അതിന് ഒരു കർഷകന് വേണമെങ്കിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒരു ലൂസ് ഹൗസിംഗ് സിസ്റ്റമാണ് ഒരു ഫാമർ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന മുടക്ക് മുതൽ കുറയ്ക്കാൻ പറ്റും. കൂടാണ്ട് അതിനോടനുബന്ധിച്ച് ഒരു മിൽക്കിംഗ് പാർലറൊക്കെ സെറ്റ് ചെയ്ത ഒരു കുറച്ച് ലേബേഴ്സ് മതി നമുക്ക് ആ ഫാം നടത്തിക്കൊണ്ട് പോകാൻ. ലൂസ് ഹൗസിംഗ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം, ലേബറിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം. കൂടാണ്ട് കുറച്ച് മിൽക്കിങ്ങിൻ്റെ സമയത്ത് മാത്രം ലേബർ അവിടെ മതി. കൂടാണ്ട് നമ്മൾ ഒരു ഡയറി ഫാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പശുക്കൾക്കുള്ള ആല നിർമ്മിച്ചു, മിൽക്കിംഗ് പാർലർ നിർമ്മിച്ചു, ഡങ് ആൻഡ് യൂറിന് വേണ്ടിയുള്ള ബയോഗ്യാസ് പ്ലാന്റും അതുപോലെ മെന്യൂർ പിറ്റ് എല്ലാം നിർമ്മിച്ചു. പിന്നെയും നമ്മൾ കുറച്ച് മെയ്യാനായിട്ടുള്ള ഗ്രേസിംഗ് ലാൻഡ് വച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറേശ്ശെ ലാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഫോഡർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോഡർ കൾട്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ലാഭം എന്താ വെച്ചാൽ, ഈ തീറ്റപ്പുല്ല് ഉണ്ടെങ്കിൽ നമ്മൾ പിണ്ണാക്കിൽ ചിലവാക്കേണ്ട അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് വാങ്ങാനായിട്ട് ചിലവാക്കേണ്ട ഫീഡ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ടാക്ടിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫാമിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതാണ് നമ്മളുടെ ഡയറി എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അടുത്തതാണ് എക്കണോമിക് ആസ്പെക്ട്സ് ഇൻ ഡയറി ഫാമിംഗ്. ഡയറി ഫാമിങ്ങിന് മാത്രം ചില പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. നമുക്കറിയാം ഡയറി ഫാമിംഗ് മറ്റൊരു ഡൈവേഴ്സിഫൈഡ് ഫാമിങ്ങുമായിട്ട് ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഫോർ എക്സാമ്പിൾ കൃഷി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസ് ചെയ്യുന്ന ഒരാൾക്ക് കൂടെ ഒരു 2-3 പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ അയാൾക്ക് അഗ്രികൾച്ചറൽ ക്രോപ്പ് വിറ്റിട്ട് കിട്ടുന്ന ആദായം കൂടാണ്ട് ഈ പശുക്കളുടെ പാല് വിറ്റും ഒരു നല്ലൊരു ആദായം കിട്ടും. കൂടാണ്ട് നമുക്കറിയാം ഈ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഒക്കെ സീസണലാണ്. ഒരു സീസണിൽ മാത്രമാണ് വിളവെടുത്തിട്ട് നമ്മളത് വിൽക്കുന്നത്. ആ സമയത്താണ് നമുക്ക് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം ഈ അഗ്രികൾച്ചറിനോട് ചേർന്ന് നമ്മളൊരു 4-5 പശുക്കളെയും കൂടെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റൗണ്ടായിട്ട് ആ പശുക്കളെ എത്ര നാൾ മിൽക്കിങ്ങിലാണോ ആ സമയം മൊത്തം നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറി ഫാമിംഗ് മറ്റൊരു ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഏതൊരു കൃഷി ആയിക്കോട്ടെ ഹോർട്ടിക്കൾച്ചർ ആയിക്കോട്ടെ ഏതൊരു ഡൈവേഴ്സിഫൈഡ് ഫാമിങ്ങിൻ്റെയും കൂടെ ഒത്തുചേർന്ന് കൊണ്ടുപോകാവുന്ന ഒരു മേഖലയാണ് ഡയറി ഫാമിംഗ്. രണ്ടാമത്തേതാണ് യൂട്ടിലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ബൈ പ്രോഡക്റ്റ്. നമുക്കറിയാം അഗ്രികൾച്ചറിൻ്റെ പല ബൈ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് എക്സാമ്പിളാണ് സ്ട്രോ, പാഡി സ്ട്രോ എല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോല്, നമുക്ക് ധാന്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം കിട്ടുന്ന വൈക്കോലൊക്കെയാണ് നമ്മൾ പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. പക്ഷെ പശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മൂല്യവർദ്ധിതമായിട്ടുള്ള പാലാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? മൂല്യം കുറഞ്ഞ അഗ്രികൾച്ചറൽ ബൈ പ്രോഡക്റ്റ് എല്ലാം കൊടുക്കുന്നു, പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടുന്ന മൂല്യവർദ്ധിതമായിട്ടുള്ള പാലാണ്. ആ പാല് വിറ്റ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് പശുക്കളെ ഇഫക്റ്റീവ് കൺവേർട്ടേഴ്സ് ഓഫ് റഫേജ് എന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചറിൻ്റെ ബൈ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നല്ല മൂല്യവർദ്ധിതമായിട്ടുള്ള പാലാണ് കിട്ടുന്നത്. അതും നമ്മളെ ഡയറി ഫാമിങ്ങിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അടുത്തതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഈസ് ലെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ധാന്യങ്ങളുടെയും പൾസസിൻ്റെയൊക്കെ നമ്മൾ വില മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ധാന്യത്തിൻ്റെയൊക്കെ വില മാറിക്കൊണ്ടേയിരിക്കും. കൂടാണ്ട് വിളവിൻ്റെ നമ്മൾ കൊടുക്കുന്ന അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ വില നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ആഴ്ചയിൽ തന്നെ ചിലപ്പോൾ വലിയൊരു ഫ്ലക്ച്വേഷൻസ് കാണാം. ഫോർ എക്സാമ്പിൾ സവാളയുടെ വില നോക്കിയാൽ മതി. കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിൻ്റെ വില ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പക്ഷെ നമ്മൾ ഒരു പാലിൻ്റെ
ഒരു വിലയാണ് നമ്മൾ നോക്കണമെങ്കിൽ ഇയർ റൗണ്ട് ഏകദേശം 1 ലിറ്റർ പാലിന് ഇത്ര രൂപ എന്നുള്ളതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി പ്രോഡക്ട്സിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വളരെ കുറവാണ്. വില ഒട്ടും മാറ്റങ്ങൾ മാർക്കറ്റിൽ ഡയറി പ്രോഡക്ട്സിൻ്റെ വിലയിൽ വലിയൊരു മാറ്റമില്ല. അതുകൊണ്ട് നമ്മളൊരു 4-5 പശുക്കളെ വളർത്തി പാലുൽപാദനം ഉണ്ടെങ്കിൽ ഇയർ റൗണ്ട് ആയിട്ട് നമുക്ക് വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാണ്ട് തന്നെ ഒരു വരുമാനം കിട്ടും. അടുത്തതാണ് സീസണാലിറ്റി ഓഫ് ഇൻകം ഈസ് ലെസ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രത്യേക സീസണിൽ മാത്രമല്ല പാല് കിട്ടുന്നത്. പാലുൽപാദനം ഇയർ റൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആനിമൽസ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഡ്രൈ ആയിരിക്കുമ്പോൾ മറ്റ് ലാക്ടേറ്റിംഗ് ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇയർ റൗണ്ട് ആയിട്ട് ഒരു പാലുൽപാദനം കിട്ടും. അതുവഴി ഒരു വരുമാനവും കിട്ടും. മെയിൻറ്റെയിനിങ് ദ സോയിൽ ഹെൽത്ത്. നമുക്കറിയാം പശുവിൻ്റെ കൗഡങ്ങും അതുപോലെ തന്നെ ഗോമൂത്രമൊക്കെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൂടാണ്ട് അങ്ങനെ സോയിലിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടൈൽ നേച്ചർ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം. അപ്പോൾ അതൊരു മാന്യൂറാണ്. നമുക്ക് അഗ്രികൾച്ചറൽ ക്രോപ്സിന് വേണ്ടി നല്ലൊരു മാന്യൂറാണ് ഈ ആനിമലിൻ്റെ ഡങ്ങും അതുപോലെ തന്നെ യൂറിനും. അടുത്തതാണ് ഡ്രാഫ്റ്റ് പവർ. നമുക്കറിയാം ഈ മൃഗസംരക്ഷണ മേഖലയിൽ മെയിലായിട്ടുള്ള ആനിമൽസ് വുള്ളക്കാട്ടാണ് പലയിടങ്ങളിലും ഇപ്പോഴും നില ഉഴാനും അതുപോലെ തന്നെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉള്ള ഡ്രാഫ്റ്റ് പവറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ മേഖലയിൽ ഡയറി ഫാമിങ്ങിൽ ഫീമെയിൽ ആനിമൽസിന് മാത്രമല്ല ഒരു ഇമ്പോർട്ടൻസ്, മെയിലായിട്ടുള്ള ആനിമൽസിനെ പോലും നമുക്ക് ഡ്രാഫ്റ്റ് പവർ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡയറി എക്കണോമിക്സ്. ഡയറി എക്കണോമിക്സിനെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് എക്കണോമിക്സ് ഓഫ് എ ഫീഡ് ആൻഡ് ഫോഡർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറി ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള മുടക്ക് മുതലിൽ ഏറ്റവും കൂടുതൽ ഫീഡിനാണ് നമ്മൾ ചിലവാക്കുന്നത്. ഏകദേശം 60-70% ഒരു ഡയറി ഫാമിൻ്റെ ചിലവ് വരുന്നത് നമ്മൾ കാലിത്തീറ്റ വാങ്ങാനാണ്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന് നമുക്ക് നന്നായിട്ട് പച്ചപ്പുൽ കൃഷി അല്ലെങ്കിൽ തീറ്റപ്പുൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമ്മളുടെ ഈ തീറ്റയുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. കൂടാണ്ട് അടുത്തുള്ള ഏരിയയിൽ നിന്ന് അഗ്രികൾച്ചർ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള വൈക്കോല് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബൈ പ്രോഡക്റ്റ് മൊളാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഷുഗർ ഇൻഡസ്ട്രിയിൽ ബാക്കി വരുന്നതാണ് മൊളാസസ്. അത് അരിഞ്ഞ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ പശുവിന് എത്രയാണ് പാലുൽപാദനം അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അതിനനുസരിച്ച് മാത്രമായിട്ടുള്ള റേഷൻ നമുക്ക് തയ്യാറാക്കാം. ആ റേഷൻ അത്രയും മാത്രം കാലിത്തീറ്റ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ അതുകൂടാണ്ട് നമുക്ക് കുറേ സൈലേജ് ആയിട്ട് പച്ചപ്പുല്ലിനെ കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം മഴക്കാലത്ത് പുല്ലിൻ്റെ വളർച്ച കൂടുതലായിരിക്കും. അപ്പോൾ പച്ചപ്പുല്ല് കൂടുതൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പച്ചപ്പുല്ലിനെ നമുക്ക് സൈലേജ് ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മർ സീസണിൽ നമുക്ക് കൂടുതൽ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള തീറ്റ പശുവിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഫീഡ് ആൻഡ് ഫോഡറിൻ്റെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഉള്ള ഫീഡ് കോസ്റ്റ് കുറയ്ക്കാനുള്ള മാക്സിമം വഴികൾ കണ്ടെത്തണം. അടുത്തതാണ് ഹൈ ഈൽഡിങ് ആനിമൽസ്. എപ്പോഴും നമ്മളൊരു ഫാമിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള പശുക്കളും ജനുസിനെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ഫാമിൽ വയ്ക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കുള്ള അനുസരിച്ചുള്ള പാലുൽപാദനം ഉള്ളതിന് മാത്രം നമ്മൾ വയ്ക്കാവൂ എപ്പോഴും. കൂടാണ്ട് നമുക്ക് പിന്നെ ഒരു വരുന്ന രണ്ടാമത്തെ ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീഫേഴ്സ്, കിടാരികളെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് സ്റ്റോക്കായിട്ട് മറ്റ് ഫാമുകളിൽ നിന്നും വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല ജനറ്റിക് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഹീഫർ ആയിരിക്കില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിൽ തന്നെ നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള പശുക്കളുടെ ഹീഫറിനെ എടുത്താൽ നമുക്ക് പിന്നെ അതിന് തന്നെ റീപ്ലേസ്മെൻറ്റ് സ്റ്റോക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഈൽഡിങ് ആനിമൽസിനെ വേണം നമ്മൾ നമ്മളുടെ ഫാമിൽ നിലനിർത്തേണ്ടത്. അടുത്താണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് അൺഎക്കണോമിക് ആനിമൽസ്. നമുക്ക് എത്ര തീറ്റ കൊടുത്തിട്ടും പാലുൽപാദനം കൂടാത്ത ഹൈ ഈൽഡിങ് അല്ലാത്ത ആനിമൽസിനെ എത്രയും പെട്ടെന്ന് നമ്മൾ കള്ള് ചെയ്ത് കളയണം. എങ്കിൽ നമുക്ക് ഫാം പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. അടുത്തതാണ് നമുക്ക് മാനേജ്മെൻറ്റൽ ആസ്പെക്ട്സ്.
അതിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇപ്പം നമ്മളുടെ ഫാമിൽ പുവർ ഹെൽത്ത് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടെങ്കിൽ ആ പുവർ ഹെൽത്ത് ആയിട്ടുള്ള ആനിമൽസിന് എത്രയൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ടുള്ള തീറ്റ കൊടുക്കുകയോ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലും അതിൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഒന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആനിമൽസിനെ നമ്മൾ കള്ള് ചെയ്ത് കളയണം. കൂടാണ്ട് നമ്മളുടെ അവിടെ റെഗുലർ ആയിട്ടുള്ള വാക്സിനേഷൻ, റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എല്ലാം കൊണ്ട് നമ്മൾ ഉള്ള സ്റ്റോക്കിനെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നല്ല സമ്മർ മാനേജ്മെൻറ്റ്, ചൂട് കുറയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഫാമിൽ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മിൽക്ക് ഈൽഡ് കൂട്ടാനായിട്ട് കഴിയൂ. അടുത്തതാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലേബർ. നമുക്ക് എപ്പോഴും രണ്ടാമത് ഒരു ഫാമിൽ വരുന്ന നല്ലൊരു ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലേബർ കോസ്റ്റാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ലേബർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂസായിട്ടുള്ള ഹൗസിങ് വയ്ക്കുക, ഒരു മിൽക്കിംഗ് പാർലർ. അപ്പോൾ കൂടുതൽ ആനിമൽസിനെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരെ നിർത്താത്ത രീതിയിൽ വേണം നമ്മൾ നോക്കേണ്ടത്. കൂടാണ്ട് നമ്മൾ ഡങ് സ്ക്രേപ്പറോ അല്ലെങ്കിൽ കുറച്ച് മെക്കനൈസേഷൻ നമ്മളുടെ ഫാമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ആൾക്കാരെ നമ്മൾ ലേബറേഴ്സിനെ വയ്ക്കുന്നതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു മിൽക്കിംഗ് മെഷീൻ വെച്ചാൽ മിൽക്കിങ്ങിൻ്റെ വേണ്ട ലേബർ കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ചില ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എഫിഷ്യൻറ്റ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ മിൽക്കിന് നല്ലൊരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളുടെ പാലിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയുക. അത് നമ്മൾ നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് ചുറ്റുമുള്ള ഏരിയയിൽ കൊടുക്കുക. കൂടാണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ പാലിനെ പ്രോസസ്സ് ചെയ്ത് വിൽക്കാം. അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം തൈരോ അതുപോലെ ബട്ടറോ ഗീയോ ഒക്കെ ആയിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആദായം 40 to 50% എക്സ്ട്രാ നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ സൗണ്ട് ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസ് ആയിരിക്കണം. നമ്മൾ എല്ലാത്തിനെയും പറ്റി ഒരു നല്ല ഗ്രാഹ്യം വേണം. നമ്മളിപ്പോൾ പാല് കൊടുക്കുന്നതല്ലാണ്ട് നമുക്ക് ഈ കിട്ടുന്ന പശുവിൻ്റെ ഡങ്ങും യൂറിനും ഒക്കെ നമുക്ക് മാന്യൂറായിട്ട് വിൽക്കാം. നമുക്ക് ആ ഫാമിൽ ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കൂടുതൽ ഫോഡർ കൾട്ടിവേഷൻ തുടങ്ങാം. കൂടുതൽ അഗ്രികൾച്ചർ ബൈ പ്രോഡക്ട്സ് കൊടുക്കാം. പിന്നെ പശുവിൻ്റെ കാർക്കസൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് മീറ്റ് മീൽ, ബോൺ മീലൊക്കെ ആയിട്ട് റെൻഡറിങ് പ്ലാന്റിലോട്ട് വിടാം. അപ്പോൾ അങ്ങനെ പല വഴികളിലൂടെ കൂടുതൽ വരുമാനം എങ്ങനെയൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിന് നല്ലൊരു ഗ്രാഹ്യം നമുക്ക് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡയറി എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ടോപ്പിക്സ്.